ഈ സ്വാമി സച്ചിദാനന്ദ ഉൾപ്പെടെ ആരും പിണറായിയെ വിമർശിച്ചതായിട്ട് കണ്ടില്ല. കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴും ആ അക്കാര്യം ഞാൻ പരാമർശിച്ചിരുന്നു. ഇതുവരെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. അവിടെ നടത്തിയത് ഗുരുനിന്ദയാണ്. ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധി ആണ് എന്ന് ശിവഗിരിയിലെ ഒരു സന്യാസിമാരും വിളിച്ചു പറഞ്ഞില്ല. അതേസമയം ഉടുപ്പിടാതെ എല്ലാവരെയും ക്ഷേത്രങ്ങളിലേക്ക് കയറ്റി വിടുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. സുകുമാരൻ നായർ പറഞ്ഞത് ശരിയല്ലേ? ആ ധൈര്യം മറ്റ് ഏതെങ്കിലും മതങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായങ്ങളുടെ വേദിയിൽ പോയി അവരെ വിമർശിക്കാനുള്ള, അവരുടെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആചാര്യന്മാരെ വിമർശിക്കാനുള്ള ധൈര്യം, ആ ചങ്കൂറ്റം പിണറായി വിജയൻ കാണിക്കുമോ? അങ്ങ് പറഞ്ഞ വാദങ്ങൾ അത്രയും ശരി വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ എടുത്തു മാറ്റാനാവാത്ത അത്രയും വലിയൊരു ഏടാണ്. പക്ഷേ നവോത്ഥാനത്തെക്കാൾ ഉപരി അദ്ദേഹം ഒരു സനാതന ധർമ്മിയായിരുന്നു എന്നതിന്റെ തെളിവ് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ കൃതികൾ തന്നെയാണ്. തീർച്ചയായും. ഇപ്പോ ആത്മോപദേശ ശതകമോ അല്ലെങ്കിൽ ദർശനമാലയോ അല്ലെങ്കിൽ ശിവശതകമോ കാളീ നടനമോ പിണ്ടനന്ദിയോ ചിജ്ജട ചിന്തനമോ അല്ലെങ്കിൽ ഏത് കൃതി എടുത്തോളൂ, സുബ്രഹ്മണ്യനെ പറ്റിയിട്ടുള്ള ബാഹുലയ അഷ്ടകമോ, ഏത് കൃതി എടുത്താലും ഹൈന്ദവ ദേവീ ദേവന്മാരുടെ സങ്കല്പങ്ങളെ വളരെ അങ്ങേയറ്റം സ്തുതിച്ചുകൊണ്ട് താൻ സ്വയം ഒരു ഭക്തനായി ഗുരു അവതരിപ്പിച്ചിരിക്കുകയാണ് എല്ലാ ശ്ലോകങ്ങളിലും, എല്ലാ സ്തോത്രങ്ങളിലും. നാരായണ ഗുരുസ്വാമി ഇതര മതങ്ങളെ പരാമർശിച്ച ഒരേ ഒരു കൃതി അനുകമ്പ ദശകം മാത്രമാണ്. അപ്പോ നാരായണ ഗുരുവിനെ പോലെ ഒരു മഹാൻ ക്രിസ്തു മതത്തെയോ ഇസ്ലാം മതത്തെയോ ശ്ലാഘിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സനാതന ധർമ്മിയായ ഒരു ഗുരുവിന്റെ മഹത്വമാണ്. ഇതര മതങ്ങളുടെ കൂടെ ഗുണത്തെ കണ്ടും പ്രശംസിച്ചും ചെയ്യുന്ന ഏക ആചാര്യന്മാർ ഹൈന്ദവാചാര്യന്മാരാണ്. നിസ്തർക്കം പറയാം. ഏതെങ്കിലും ഒരു ബിഷപ്പോ അല്ലെങ്കിൽ ഒരു പോപ്പോ ഈ ശ്രീകൃഷ്ണനെ ശ്ലാഘിച്ചുകൊണ്ട് ഒരു സ്തോത്രം ഒരു വരി എഴുതുമോ? ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് എഴുതുമോ? ഇല്ല. അവരവരുടെ മതങ്ങളിൽ അതെല്ലാം സാക്രിലിജിയസ് ആണ്, മതനിന്ദയാണ്. അന്യമതത്തിന്റെ അല്ലെങ്കിൽ അന്യ സംസ്കാരങ്ങളുടെ ആരാധ്യമൂർത്തികളെ സ്തുതിച്ചാൽ അപ്പൊ തന്നെ ടെക്നിക്കലി സഭയിൽ നിന്ന് പുറത്തായി. അപ്പൊ അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതി വെച്ച് ജീവിക്കുന്ന മത സംവിധാനങ്ങളുടെ കുടുസുമുറികളിൽ നിന്ന് സനാതന ധർമ്മത്തിന്റെ സാഗരത്തിലേക്ക് ഒഴുകി നീന്തിയെത്തുന്ന അപൂർവം ചിലർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ മാതാമൃതാനന്ദമയി ദേവിയുടെ ആശ്രമത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ രാമകൃഷ്ണ മഠത്തിൽ ആഘോഷിക്കുന്നു. ഇത് ഞാൻ വ്യക്തിപരമായിട്ട് എതിരാണ് അതിന്. കാരണം അന്യൻ നമ്മോട് കാണിക്കാത്ത ഔദാര്യം നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നാറ്. പക്ഷെ അതിൽ മറ്റൊരു വശം കൂടിയുണ്ട്. അദ്വൈത ചിന്തയുടെ, അതായത് എല്ലാറ്റിലും ഒരേ ഉണ്മ വിളങ്ങുന്നു എന്ന് ചിന്തിക്കുന്ന ഏക വിഭാഗം നമ്മൾ ഹിന്ദുക്കളാണ്. മറ്റവർക്ക് അത് ചിന്തിക്കാൻ സാധിക്കില്ല തന്നെ. 1ാം ക്ലാസ്സുകാരൻ എപ്രകാരം ഒരു പോസ്റ്റ് ഡോക്ടറൽ തീസിസ് മനസ്സിലാവില്ലയോ, അതുപോലെ ക്രിസ്തു മതത്തിന്റെ പിണിയാളുകൾക്കും ഇസ്ലാം മതത്തിന്റെ അനുയായികൾക്കും അദ്വൈത വേദാന്തം മനസ്സിലാവില്ല. അവർക്കൊരു ദൈവം വേണം, അവൻ സൃഷ്ടിച്ച കുറെ അടിമകൾ ഭൂമിയിൽ വേണം, ഇവിടുന്ന് മരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നു എന്ന ഒരു ഫാന്റസി കഥയ്ക്ക് അപ്പുറത്തേക്ക് മനസ്സിനെ വളർത്താൻ കഴിവില്ലാത്തവനാണ് പോപ്പ് മുതൽ ഇങ്ങ് അറ്റം വരെ കപ്പ്യാര് വരെയുള്ള എല്ലാവരും. എന്നാൽ സനാതന ധർമ്മത്തിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത ഒരു വൃദ്ധയായ സ്ത്രീക്ക് അറിയാം എല്ലാം ഒന്നാണെന്നറിയാം. അവരങ്ങനെ പറയുള്ളൂ. ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാം ഒന്നാണ് കുട്ടി, എല്ലാം ഒന്നാണ് ഉണ്ണീന്നല്ലേ പഠിപ്പിക്കുള്ളൂ. അപ്പം സനാതന ധർമ്മത്തിന്റെ ഊടും പാവും ഇവിടെ ഓരോ വ്യക്തിയിലും അറിയാതെ അകത്ത് കടക്കും ഒരു ഹിന്ദുവായി ജീവിക്കുമ്പോൾ. ഇപ്പോ നാരായണ ഗുരുസ്വാമിയുടെ ദർശനമാല എടുത്ത് വായിക്കുക, ശങ്കരാചാര്യ സ്വാമികളുടെ ദക്ഷിണാമൂർത്തി അഷ്ടകം എടുത്ത് വായിക്കുക, ഒരേ ആശയമാണ്. അതുകൊണ്ട് തന്നെയല്ലേ ശ്രീനാരായണ ഗുരു ശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞത് ശങ്കരൻ പറഞ്ഞതേ നമുക്കും പറയാനുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ശിവഗിരി നമുക്ക് എടുത്ത് മാറ്റിയെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സന്യാസിമാര് ബുദ്ധമതത്തിനും ക്രിസ്തുമതത്തിനും അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാവ്യവേഷധാരികളാണെന്ന് ഞാൻ സധൈര്യം പറയുകയാണ്. ഈ പറഞ്ഞ സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു സ്പീച്ച് ഏതാണ് ഒരു 2-3 മാസം മുമ്പ് ഞാൻ കേട്ടപ്പോ അദ്ദേഹം കോട്ട് ചെയ്യുന്ന മുഴുവൻ ബൈബിളിൽ നിന്നാണ്. അപ്പൊ ഇത് തമിഴ്നാട്ടിൽ നടന്ന
നടക്കുന്ന ഒരു പെയ്ഡ് പ്രൊപ്പഗാൻഡയുടെ തുടർച്ച മാത്രമാണ്. തമിഴ്നാട്ടിലൊരു മന്ത്രി ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞല്ലോ, ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കണം, ഈ സനാതന ധർമ്മം നശിച്ചാലേ രാജ്യം നന്നാവൂ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ മതേതര രാജ്യത്ത് ഒരു മതത്തെ മാത്രം തിരഞ്ഞെടുത്ത് ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് എത്തുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഇങ്ങനെ ഒരു മതത്തെ മാത്രം എടുത്ത് പൊതുവേദിയിൽ ഭർഷിക്കുന്നത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നിൽക്കുന്ന ഹിന്ദു സംഘടനകളും ഹിന്ദുക്കളും നട്ടല്ലൂരി പണയം വെച്ചോന്ന് ചിന്തിച്ചു പോകണം. ഇത് ഇസ്ലാം മതത്തിന്റെ ഒരു നേതാവ് മുഹമ്മദ് നബിയെ പറ്റിയിട്ട് ഹദീസോ ഖുറാനോ വായിച്ചിട്ട് മുഹമ്മദ് നബിയെ പറ്റി ഒരു അക്ഷരം, കാരണം ഇതര മതങ്ങളിൽ വിശേഷിച്ച് ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും വിശ്വാസി അവിശ്വാസി എന്ന് രണ്ട് പിരിവുണ്ട്. കർത്താവിന്റെ വിശ്വാസ പ്രമാണങ്ങളെ അംഗീകരിക്കുന്നവനും അംഗീകരിക്കാത്തവനും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ അംഗീകരിക്കുന്നവനും അംഗീകരിക്കാത്തവരും. ഈ അവിശ്വാസിയെ നരകത്തിലിട്ട് അങ്ങേയറ്റം പീഡിപ്പിച്ച് രസിക്കുന്ന ഒരാളാണ് അവിടെ രണ്ടു മതങ്ങളിലും ദൈവം. യാതൊരു സംശയമില്ല, അവരുടെ മൂലപ്രമാണങ്ങളിൽ ഉണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. എന്താണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത്? ഈശ്വര സർവഭൂതാനാം ഹൃദയേശേർജുന തിഷ്ഠതി. സകല ജീവജാലങ്ങളുടെയും, മനുഷ്യൻ എന്ന് മാത്രം പറഞ്ഞില്ല, മറ്റു രണ്ട് മതങ്ങളിലും മനുഷ്യന്റെ കാര്യമേ പറയുന്നുള്ളൂ, മറ്റെല്ലാം കൊന്നു തിന്നാനുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ടല്ലേ, അതുകൊണ്ട് മാത്രമല്ലേ ഒരു നാരായണ ഗുരുവിന് അനുകമ്പാ ദശകം എഴുതാൻ പറ്റിയത്? കാരണം ഇതിന്റെ മൂലചിന്ത എവിടെ നിന്ന് വരുന്നു? എന്റെ ചോദ്യം, ഒരു കവിയോ ഒരു ഋഷിയോ ഒരു കവിത എഴുതുമ്പോ അതിന്റെ മൂലചിന്ത എവിടുന്ന് വരുന്നു എന്നുള്ള ചോദ്യമാണ്. ജോൺ കീറ്റ്സിനോ അല്ലെങ്കിൽ ഷെല്ലിക്കോ അല്ലെങ്കിൽ യെയ്റ്റ്സിനോ ഷേക്സ്പിയർക്കോ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഈ അദ്വൈത ചിന്ത ഈ ഭൂഖണ്ഡത്തിൽ മാത്രം ഉണ്ടാവുന്ന ഗുരുക്കന്മാർക്ക് എങ്ങനെ ഉണ്ടായി? അതിന്റെ വിത്ത് പാകിയത് ആരാണ്? അത് വേദങ്ങളിലുള്ള വിത്താണ്, അദ്വൈത ചിന്തയാണ്. അത് കണ്ടെടുത്തവരാണ് ശങ്കരാചാര്യ സ്വാമികൾ. അതിന്റെ തുടർച്ചയാണ് താൻ പറയുന്നതെന്ന് സധൈര്യം സോന്മേഷം പറഞ്ഞയാളാണ് നാരായണ ഗുരു. നാരായണ ഗുരു പറഞ്ഞല്ലോ, ശങ്കരൻ പറഞ്ഞതേ നമുക്ക് പറയാനുള്ളൂ. ആ ശങ്കരൻ സനാതന ധർമ്മിയാണെങ്കിൽ നാരായണ ഗുരുവും സനാതന ധർമ്മി തന്നെ. ശങ്കരൻ സനാതന ധർമ്മി അല്ലെങ്കിൽ നാരായണ ഗുരുവും സനാതന ധർമ്മി അല്ല എന്ന് പറയാം. അപ്പൊ ഒരു മഹാത്മാവിനെ വിലയിരുത്തുമ്പോൾ അവർ എഴുതിയ കൃതികളെ പറ്റി ഒരറിവുമില്ലാത്ത വെറും മൂഢനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഇങ്ങനെ ഒരാൾ മൂഢനാവാൻ പാടില്ല. ആരെങ്കിലും അദ്ദേഹത്തിന് ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികളുടെ ഗീതാഭാഷ്യവും നാരായണ ഗുരുസ്വാമികളുടെ കൃതികളും എത്തിച്ചു കൊടുക്കണം അവശ്യം. മനോജ് എഴുതി കൊടുത്തതാണ് വിദ്യാസാഗർ ഗുരുമൂർത്തി വായിച്ചത്. ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രഭാവർമ്മ ഇങ്ങനെ എഴുതി കൊടുക്കില്ല എന്തായാലും. അദ്ദേഹത്തിന് ഇതിനെ കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുണ്ട്, ജ്ഞാനമുണ്ട്. ഗ്രാഹ്യവും ജ്ഞാനവും ഉണ്ടെങ്കിലും പ്രഭാവർമ്മ എന്താണ് ആനന്ദരൂപനായ കൃഷ്ണൻ ദുഃഖിതനാണെന്ന് എഴുതിയ ആളാണ്. ശരിയാണ്, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കടന്ന കൈ ചെയ്യോ? ഇല്ല, പ്രഭാവർമ്മ അടക്കമുള്ളവരെല്ലാവരും കവികളല്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം സംസ്കൃതത്തിലൊരു പ്രമാണമുണ്ട്, ഋഷി കവി, ദീർഘദർശിത്വം ഇല്ലാത്തവൻ കവിയല്ല എന്ന്. ഋഷിത്വം എന്ന് പറഞ്ഞാൽ സത്യദർശനമാണ്. സത്യം ദർശിക്കാത്തവൻ കവിയല്ലെന്നുള്ളതാണ് ഭാരതീയ പ്രമാണം. അതുകൊണ്ട് വാൽമീകി ആദി കവിയായി, സത്യം ദർശിച്ചു അവൻ. അതുപോലെ വ്യാസൻ ഉത്തമ കവിയാണ്, സത്യം ദർശിച്ചതുകൊണ്ട്, ദീർഘദർശിത്വം ഉള്ളതുകൊണ്ട്. തൽക്കാലം ഭരണത്തിൽ കയറുന്ന മുഖ്യമന്ത്രിയെയും കൂട്ടരെയും പ്രീണിപ്പിക്കാൻ വേണ്ടി കൃഷ്ണനെ ദുഃഖിതനാക്കിയ പ്രഭാവർമ്മയും ഒരു മണിയടിക്കാരൻ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുപോലെ തന്നെ മനോജ് അതിലും താഴെയാണ്. പ്രഭാവർമ്മയ്ക്ക് വായിച്ചു പരിചയങ്ങളും ഉണ്ട്. പ്രഭാവർമ്മയ്ക്ക് പുസ്തകങ്ങൾ വായിച്ചും എഴുതിയും പദസമ്പത്തും ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ ചോദ്യം, ഈ വലിയ കാര്യമായിട്ട് ജാതി സ്വത്വങ്ങൾക്കെതിരെ പോരാടുന്ന മുഖ്യമന്ത്രിയുടെ വലങ്കയായ പ്രഭാവർമ്മ ഇപ്പോഴും വർമ്മ തന്നെയാണല്ലോ അല്ലേ? അതെ, അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ ഇവിടെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കാണാത്തൊരു മറ്റൊരു മേഖലയാണ്. അതായത് ഹിന്ദുമതത്തെ കേവലം ജാതി ചിന്തയാണെന്ന് വരുത്തി തീർത്ത് ഹിന്ദുമതത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ മറ്റു മതങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ടാണ് എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും അവരുടെ എഴുത്തുകളും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ ഗോവിന്ദൻ സഖാവ് പിണറായി സഖാവിനെ പിന്തുണച്ച് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ ഹിന്ദുത്വ പേരാണ് സനാതന ധർമ്മം. മനുസ്മൃതിയെ പറ്റി എന്തിനാ ഇപ്പൊ പറയുന്നത്? ഇപ്പോൾ എന്തിനാണ് ഇത് പറയുന്നത് അറിയാം? അൺഇൻവൈറ്റഡ് കോമിക് റിലീഫ്. അതായത് ഒരാളും ചോദിച്ചിട്ടില്ല, എന്നാൽ ഒരു കോമിക് റിലീഫ് കേരള സമൂഹത്തിന് നൽകുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും. എന്തിനാണ് ഇപ്പൊ ഇത് പറഞ്ഞതറിയോ? മെക്സവനും അതിഭീകരമായി വളരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കരാള ഹസ്തങ്ങളും അറിയാതെ മോഹനൻ മാഷ് വിളിച്ചു കൂവിപ്പോയപ്പോൾ
അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ ഹിന്ദുമതത്തെ എതിർക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ അടിമകൾ പറയുന്ന വാക്കുകളാണ് ഇവയൊക്കെ. ഈ വാക്യങ്ങളെല്ലാം പ്രചോദിത വാക്യങ്ങളാണ്. ഇതൊന്നും നാച്ചുറൽ ആയിട്ട് ഒരാൾ പറയുന്നതല്ല. നാരായണ ഗുരുസ്വാമിയുടെ കൃതികൾ പഠിച്ചാൽ, ശങ്കരാചാര്യരുടെ കൃതികൾ പഠിച്ചാൽ അവ തമ്മിൽ സൈദ്ധാന്തികമായി യാതൊരു വ്യത്യാസമല്ലെന്ന് കാണാൻ കഴിയും. അതിന് അല്പം സംസ്കൃതവും മലയാളവും ഒക്കെ നല്ലോണം വശമുണ്ടാവണം. എടാ പോട അല്ലെങ്കിൽ പിന്നെ പരനാറി എന്നുള്ള പദസമ്പത്ത് കൊണ്ടു നടക്കുന്ന ഒരാളുടെ തലയ്ക്കകത്ത് ഇതൊന്നും വന്നോണമെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രീമദ് ഭഗവത്ഗീതയിലെ ആശയത്തെ അതേപടിയാണ്. അത് പറയുമ്പോ ഒരു ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് മാത്രം അറിയാം. അര ശ്ലോകം അറിയാം. അര ശ്ലോകം ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനും അറിയാവുന്ന കാര്യമാണ്. അര ശ്ലോകം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഇതിന്റെ ദുർവ്യാഖ്യാനം എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്? ദേവി പ്രസാദ് ചത്തോപാധ്യായ എന്ന് പറഞ്ഞ ദുഷ്ടലാക്കോടുകൂടി എഴുതിയ മനുഷ്യന്റെ പുസ്തകങ്ങൾ മാത്രമാണ് ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റുകാരന്റെ വേദത്തെ പറ്റിയും ഉപനിഷത്തുകളെ പറ്റിയും ഗീതയെ പറ്റിയുള്ള അറിവ്. അല്ലെങ്കിൽ ഡി ഡി കൊസംബിയും ദേവി പ്രസാദ് ചത്തോപാധ്യായും എഴുതിയത് മാത്രം വായിച്ചിട്ട് ഇതാണ് സ്വർഗം എന്ന് വിചാരിച്ചിരിക്കുന്ന വിവേകാനന്ദ സ്വാമികൾ ഷിക്കാഗോ പ്രസംഗത്തിൽ പറഞ്ഞ ഫ്രോഗ് ഇൻ ദ വെൽ, കിണറ്റിലെ തവളകളാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ ഇവർ ചെയ്യുന്നത് വെറുതെ അല്ല. ഇവർ ചെയ്ത് ഇതൊരു പെയ്ഡ് പ്രൊപ്പഗാൻഡയാണെന്നും ഇത് ഐദർ ജമാഅത്തെ ഇസ്ലാമി ഓർ ഗ്ലോബൽ മിഷണറി സർവീസസ് ഇവരുടെ പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ലോകത്തെ പിന്നെ ഇതിനേക്ക് വേറൊരു കാര്യം പറയാം. ഈ ശ്രീനാരായണ ഗുരുസ്വാമികൾ സമാധിയാവുന്നതിന് തൊട്ട് മുമ്പ്, ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ്, തിരുവണ്ണാമലയിൽ അദ്വൈത വേദാന്തത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ പ്രയോക്താവും വക്താവുമായിരുന്ന രമണ മഹർഷിയെ കാണാൻ പോയി. രമണ മഹർഷിയെ കാണാൻ പോവുകയും അവർ തമ്മിൽ ഒരുമിച്ച് പ്രസാദം, കാരണം രമണ മഹർഷി ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചു വളർന്ന സന്യാസം എടുത്ത ആളാണ്. സന്യാസം എടുത്തില്ല, പിന്നെ അത്യാശ്രമിയാണ്. അതുപോലെ നാരായണ ഗുരുസ്വാമി നമുക്കറിയാം ഇവിടുത്തെ ഈഴവ സമുദായത്തിൽ ജനിച്ചയാളാണ്. പക്ഷേ അവർ തമ്മിൽ യാതൊരു ഭേദവും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ഒരേ അടുത്തടുത്തിരുന്നാണ് ഊണ് കഴിച്ചത്. അതും രമണ മഹർഷിയെ ക്ഷണിച്ചിട്ടാണ്. എന്നിട്ട് പോവാൻ നേരത്ത് രമണ മഹർഷിയെ പറ്റി കുഞ്ചുസ്വാമി, അതായത് നാരായണ ഗുരുസ്വാമിയുടെ അടുത്ത് വളരെ ബഹുമാനം ഉണ്ടായിരുന്ന മലയാളിയായ പാലക്കാട്ടുകാരനായ സ്വാമിയാണ് രമണ മഹർഷിയുടെ കൈങ്കര്യം ചെയ്തിരുന്ന കുഞ്ചുസ്വാമി. കുഞ്ചുസ്വാമി ഇറങ്ങി പോകുന്ന സമയത്ത് നാരായണ ഗുരുസ്വാമിയോട് ചോദിച്ചു, സ്വാമി എന്തെങ്കിലും ഒരു കവിത എഴുതി തരണം ഇവിടുത്തെ രമണ മഹർഷിയെ പറ്റി എന്ന് പറഞ്ഞപ്പോ രമണാശ്രമത്തിന്റെ ഡയറിയിൽ, ഞാൻ നേരിട്ട് കണ്ടതാണ്, രമണാശ്രമത്തിന്റെ ഡയറിയിൽ ഇപ്പോഴും ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ സ്വന്തം കൈപ്പടയിൽ പെൻസിൽ കൊണ്ട് എഴുതിയ നിർവൃതി പഞ്ചകം എന്ന കൃതി. നിർവൃതി പഞ്ചകം എഴുതിയത് അദ്വൈത വേദാന്തത്തിന്റെ ജീവിച്ചു കാണിച്ച മഹാപുരുഷനായ രമണ മഹർഷിയെ പറ്റിയാണ്. പോകുന്ന വഴിക്ക് നാരായണ ഗുരുസ്വാമിയുടെ ഒരു ശിഷ്യൻ ചോദിച്ചു, ഇവിടുത്തെ സ്വാമിയാർ എങ്ങനെയുണ്ടെന്ന്. ഉടനെ നാരായണ ഗുരു പറഞ്ഞു, രാജവെമ്പാലയാണ്, ഒന്ന് ഓതിയാൽ മതിയും. എന്ന് വെച്ചാൽ അത്ര ഉയർന്ന മഹാത്മാവാണ് രമണ മഹർഷി എന്ന് അംഗീകരിച്ച് പോയ ആളാണ്. ആ രമണ മഹർഷി ഏതാനും മാസം കഴിഞ്ഞിട്ട് കുഞ്ചുസ്വാമിയെ വിളിച്ചിട്ട് ഒരു നാരങ്ങ കയ്യിൽ വെച്ചിട്ട് കുഞ്ചുസ്വാമി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നാരായണ ഗുരുസ്വാമിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോ കുഞ്ചുസ്വാമി പിന്നെ നാരായണ ഗുരുസ്വാമിയുടെ അടുത്ത് വരികയും വന്ന് കണ്ട ഉടനെ നാരായണ ഗുരുസ്വാമി പറഞ്ഞു, രമണ ഭഗവാൻ പറഞ്ഞു വിട്ടതാണല്ലേ, തരൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ദിവ്യനാണ്, യാതൊരു സംശയമില്ല. നാരായണ ഗുരുസ്വാമി ഈ സച്ചിദാനന്ദ സ്വാമിയെ പോലെ രാഷ്ട്രീയക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ല ജീവിച്ചിരുന്നത്. അദ്ദേഹം മഹാത്മാവാണ്. അദ്ദേഹം ആ നാരങ്ങ വാങ്ങി 2 കണ്ണിലും വെച്ച് കുറെ നേരം ഇരുന്നതാണ്. അതിനുശേഷം അധികം വൈകാതെ തന്നെ നാരായണ ഗുരുസ്വാമി മഹാസമാധി പോകുന്നു. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് അദ്വൈത വേദാന്തിയായ ഒരു മഹാഗുരുവിനെ, ആ അദ്വൈത സിദ്ധാന്തം എന്നത് വേദങ്ങളിൽ നിന്ന് ശങ്കരാചാര്യർ കടഞ്ഞെടുത്തതാണെന്ന് പോലും ഓർക്കാതെ ആ ശങ്കരൻ പറഞ്ഞത് നമുക്കും പറയാനുള്ളത് സ്പഷ്ടമായി പറഞ്ഞിട്ടും സൈദ്ധാന്തികമായി ഞാൻ അദ്വൈതിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഗുരുവിനെ ഹിന്ദു അല്ലാതാക്കുന്നത്, സനാതന ധർമ്മിയല്ലാതാക്കുന്നത് ഇവിടെയുള്ള മതശക്തികൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ 100% സംശയിക്കുന്നു. ഇവർക്ക് ഒന്നല്ലെങ്കിൽ ഇവർക്ക് നെല്ലിക്കതളം വെക്കണം, അല്ലെങ്കിൽ ഇവരെ ഈ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കണം. കമ്മ്യൂണിസ്റ്റുകാർ കുറെ അധികം കാലമായിട്ട് ചാഞ്ഞ മരത്തിൽ ഓടിക്കേറി നവോത്ഥാനം കളിക്കുന്ന പരിപാടി നടത്തുന്നു. NSSന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നു 2019 തുടക്കത്തിൽ. കാരണം ഈ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന വിധി വന്നപ്പോൾ ആദ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി, നായന്മാർക്ക് വേണ്ടിയല്ല, ആദ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രതികരിച്ച ഒരേ ഒരു പ്രസ്ഥാനം NSS ആണ്, നായർ സർവീസ് സൊസൈറ്റിയാണ്. ഇന്ന് മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. കാരണം പിന്നെ NSS അങ്ങ് പറഞ്ഞൊരു ചെറിയ വിയോജിപ്പുള്ളത്, പ്രതികരിക്കേണ്ട സമയത്ത്, ഹിന്ദുക്കൾക്ക് ഏറ്റവും അവശ്യം സഹായം വേണ്ട സമയത്ത് മറ്റു പലരും സ്തംഭിച്ചു നിന്നപ്പോൾ നേരെ മുന്നോട്ട് വന്ന് നമുക്ക് വേണ്ടി പന്തളത്ത് ആദ്യത്തെ പ്രതിഷേധ
ജാഥ ചെയ്യാനും അതിന് വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയത് NSS ആണ്. അപ്പൊ NSSനോട് എന്നും വിവരമുള്ള സമൂഹത്തെ നിരീക്ഷിക്കുന്ന അടിമകളല്ലാത്ത ഹിന്ദുക്കൾ കടപ്പെട്ടിരിക്കുന്നു. യാതൊരു സംശയവുമില്ല അതിന്. മാത്രമല്ല പ്രയാർ ഗോപാലകൃഷ്ണൻ സാറ് എത്ര നല്ല രീതിയിലാണ് മതപാഠശാലകൾ വേണം ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞത്. അപ്പോ അത് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ടെന്യൂർ വെട്ടിച്ചുരുക്കി അദ്ദേഹത്തിന് ആട്ടിപ്പായിച്ച ആളല്ലേ പിണറായി വിജയൻ. അപ്പൊ ഹിന്ദുമതം പഠിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാലുടൻ അവരെ ശത്രുപക്ഷത്താക്കുന്ന ഈ മുഖ്യമന്ത്രി ഈ ജനതയെ ആകെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് സമ്പന്നരായ മതശക്തികളെ മാത്രമാണെന്ന് ഒരിക്കൽ കൂടി ഈ വിഡ്ഢിത്തം നിറഞ്ഞ പ്രസ്താവനയിലൂടെ അദ്ദേഹം തെളിയിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.